നമുക്ക് ആദ്യം ഇപ്പോൾ ഈ ഒരു ദേവാലയത്തിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിഷപ്പ് ഹൗസിൽ നിന്നും ലത്തീൻ സഭയുടെ മുതിർന്ന വൈദികനായിട്ടുള്ള ഫാദർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഇപ്പോൾ ഉണ്ണിയേശുവിൻ്റെ രൂപം ബിഷപ്പ് ഹൗസിൽ നിന്നും അവിടെ നിന്നും പ്രദക്ഷിണമായി ഈ പള്ളി അങ്കണത്തിലേക്ക് സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലേക്ക് എതിരേറ്റ് കൊണ്ടുവരികയാണ്. ഇതിനുശേഷം ഈ ഒരു രൂപം അൾത്താരയിൽ എത്തിച്ച് അവിടെ വെച്ചാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ ആരംഭിക്കുക. തുടർന്ന് 11:45 ഈ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ ആരംഭിക്കും. ഏതായാലും ഇപ്പോൾ ഉണ്ണിയേശുവിൻ്റെ രൂപം പള്ളി അങ്കണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം താമസിക്കാതെ തന്നെ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ ഒരു പ്രാർത്ഥനാ കർമ്മങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അത് ഏതായാലും വലിയ വിശ്വാസി സമൂഹം ഈ പള്ളി അങ്കണത്തിലേക്ക്, ഈ പള്ളിയുടെ അകത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ക്രിസ്മസ് ദിനം ആഘോഷിക്കാൻ വേണ്ടി ക്രിസ്മസിൻ്റെ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയും തുടർന്നുള്ള അവരുടെ പ്രാർത്ഥന കാര്യങ്ങൾക്കെല്ലാമായി വലിയ ഒരു വിശ്വാസി സമൂഹം ഇപ്പോൾ ഈ പള്ളി അങ്കണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക പള്ളികളിലും ഇന്നിപ്പോൾ ഇതിനോടകം തന്നെ ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആഘോഷങ്ങളും അവരുടെ പ്രാർത്ഥന ചടങ്ങുകളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും